എന്താ ഹീമോഗ്ലോബിനിൽ എന്തൊക്കെയുണ്ട്? ഒരു ഹീം പാർട്ട് ഉണ്ട്, ഒരു ഗ്ലോബിൻ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അപ്പൊ ഹീം എന്ന് പറഞ്ഞാല് അയൺ പ്ലസ് പോർഫൈറിനും പിന്നെ പോളിപെപ്റ്റൈഡ് ചെയിനും എന്നുവെച്ചാൽ സെപ്പറേറ്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ. അപ്പൊ HB എന്ന് പറഞ്ഞാല് ഹീം പ്ലസ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇനി എപ്പോഴാണ് നമുക്ക് HB എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ നമുക്ക് എപ്പോഴാണ് മെഷർ ചെയ്യേണ്ടി വരിക? ഏത് കണ്ടീഷനിലാണ്? ഒന്നാമത്തെ കണ്ടീഷൻ ഒന്ന് എന്താണ് അനീമിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് സ്ക്രീനിങ് ഫോർ പോളിസൈത്തീമിയ. അപ്പൊ പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് RBC കൗണ്ട്. അപ്പൊ RBC കൂടിയാൽ HB കൂടും. ഇനി പോളിസൈത്തീമിയ എത്തിയോളജി അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് റിലേറ്റീവ്. അതില് പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇഡിയോപ്പത്തിക് ആണ്, എന്ന് വെച്ചാൽ റീസൺ അറിയില്ല, എന്നുവെച്ചാൽ ആ പേഴ്സണ് ജനറ്റിക്കൽ ആയിട്ട് എന്താണ് RBCന്റെ എമൗണ്ട് കൂടുതലാണ്. അപ്പൊ ആ പോളിസൈത്തീമിയാണ് നമ്മൾ പോളിസൈത്തീമിയ വെറ എന്ന് പറയാം. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യണതാണ്. അപ്പൊ അതിന് റീസൺ എന്താവും? മെയിൻ റീസൺ ഹൈപ്പോക്സിയാണ്. അപ്പൊ ഒന്നെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരാം. ഇനി റിലേറ്റീവ് എന്ന് പറഞ്ഞാല് എന്താണ്? പ്ലാസ്മ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ RBCന്റെ എമൗണ്ട് കൂടുതലാണ്. അതെപ്പോഴുണ്ടാവുക? സിവിയർ ഡീഹൈഡ്രേഷൻ. ഇപ്പൊ സിവിയർ ഡീഹൈഡ്രേഷനിൽ എന്ത് കുറയും? പ്ലാസ്മ വോളിയം കുറയും. അപ്പൊ എന്ത് ചെയ്യും? RBCന്റെ എമൗണ്ട് കൂടുതലാവും. റിലേറ്റീവ്ലി പ്ലാസ്മേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ RBCന്റെ എമൗണ്ട് കൂടുതലാണ്. ഇനി മൂന്നാമത്തെ എപ്പോഴും അസസ് ചെയ്യുന്നത് എന്താണ്? ഇനിയിപ്പോ അനീമിയ ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്തു? ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്ന് വെച്ചാൽ അയൺ ടാബ്ലറ്റ്സ് കൊടുത്തു, അല്ലെങ്കിൽ പാരന്ററിയിൽ അയൺ കൊടുത്തു. അപ്പൊ എന്താണ് ആ ഡിസീസിന്റെ പ്രോഗ്നോസിസ് എന്താണ്? എന്താണ് HB എമൗണ്ട് കൂടുന്നുണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഇനി റെഡ് സെൽ ഇൻഡീസസ് എന്ന് വെച്ചാൽ MCH, MCHC മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബ്ലഡ് ഡോണേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഏതൊക്കെ കണ്ടീഷനിലാണ് HB എസ്റ്റിമേറ്റ് ചെയ്യണത്? ഒന്ന് അനീമിയ ഉണ്ടോ എന്ന് മനസ്സിലാവാൻ, രണ്ടാമത് പോളിസൈത്തീമിയന്റെ സ്ക്രീനിങ്, മൂന്ന് ഡിസീസിന്റെ പ്രോഗ്നോസിസ് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ റെഡ് സെൽ ഇൻഡീസസ് ഏത് MCHും MCHC മനസ്സിലാക്കാൻ, പിന്നെ ബ്ലഡ് ഡോണേഴ്സ്. അപ്പൊ ഈ കണ്ടീഷൻസിലേക്കാണ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള HBന്റെ എമൗണ്ട് നോക്കാം. ഇനി HBന്റെ എമൗണ്ട് എങ്ങനെയൊക്കെ നോക്കാം? ഒന്നാമത്തെ മെത്തേഡാണ് കളറിമെട്രിക്. അപ്പൊ കളറിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താവും? കളർ വെച്ചിട്ട്. ഇനി ഈ കളർ വെച്ചിട്ട് തന്നെ ഉള്ളത് ഒന്നുകിൽ വിഷ്വൽ ആവാം, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ആവാം. വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാലീസ്, നമ്മൾ ഫസ്റ്റ് ഇയർ ചില സാലീസ് ഒക്കെ ചെയ്യണ പോലെ, എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാം. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ്സ് ആവും, എന്ന് വെച്ചാൽ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എക്സ്ചേഞ്ച് ഒരു സ്പെസിഫിക് നാനോമീറ്ററിലെ റേസ് പാസ് ചെയ്തിട്ട് എന്താണ് ഫോട്ടോ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്തിട്ട് അങ്ങനെ മെഷർ ചെയ്യാം. അതാണ് കളറിമെട്രിക്. രണ്ടാമത്തെ എന്താ? ഗ്യാസോമെട്രിക്. ഗ്യാസോമെട്രിക് എന്ന് പറഞ്ഞാല് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്, എന്നുവെച്ചാൽ ബ്ലഡിന്റെ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ. എന്ന് വെച്ചാല് 1 ഗ്രാം ഹീമോഗ്ലോബിന് 1.34 ml ഓഫ് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റും. അതാണ് ഗ്യാസോമെട്രിക്. പക്ഷെ ഗ്യാസോമെട്രിക് നമ്മൾ നോർമൽ ചെയ്യാറില്ല, കാരണം അത് ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഗ്യാസോമെട്രിക് മെത്തേഡ് നമ്മൾ ചെയ്യാറില്ല. ഇനി മൂന്നാമത്തതാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹീമോഗ്ലോബിന്റെ അയൺ കണ്ടന്റ് നോക്കാം. അപ്പോൾ 100 ഗ്രാം ഹീമോഗ്ലോബിൻ എടുത്താല് അതില് 374 മില്ലിഗ്രാം അയൺ ഉണ്ടാവണം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കാം. ഇനി നാലാമത്തെ മെത്തേഡാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ എന്തെടുക്കും? ഒരു വെസലിൽ നമ്മൾ CuSO4 എടുക്കും, CuSO4 സൊല്യൂഷൻ എടുക്കും. ഇനി ഈ CuSO4 സൊല്യൂഷന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.053 ആണ്. ഇനി ഈ 1.053 എന്തിന് സ്പെസിഫിക് ഗ്രാവിറ്റി 12.25 ഗ്രാം HBക്ക് കറസ്പോണ്ടിങ് ആണ്. 12.25 ഗ്രാം HB എടുത്താല് 1.053 എന്തുണ്ടാവും? സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? ഒരു വെസലിൽ നമ്മൾ CuSO4 സൊല്യൂഷൻ എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്രോപ്പ് ബ്ലഡിനെ 1 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വെച്ചാൽ 1 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഉറ്റിക്കും. ഇനി അപ്പൊ ഈ ബ്ലഡ് എന്ത് ചെയ്യും? ഈ CuSO4 സൊല്യൂഷനിലേക്ക് വീഴും. അപ്പൊ ബ്ലഡ് അതിലേക്ക് CuSO4 സൊല്യൂഷനിലേക്ക് വന്നു. അപ്പൊ ആ CuSO4 സൊല്യൂഷന്റെ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അതൊക്കെ ഈ ബ്ലഡിനെ കവർ ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ പുറത്തൊരു CuSO4 പാർട്ടിക്കിൾസ്, പിന്നെ എന്താണ് അതിന്റെ ഉള്ളിൽ ബ്ലഡ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ 15 to 20 സെക്കൻഡ് വരെ നിൽക്കും.
അപ്പൊ ആ 15 to 20 സെക്കൻഡിന്റെ ഉള്ളില് ഈ ബ്ലഡ് എന്ന് വെച്ചാൽ ഈ ബ്ലഡ് ഡ്രോപ്പ് സിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡി നമ്മളെ ബ്ലഡില് ആ പേഴ്സന്റെ ബ്ലഡിലുള്ള HB കണ്ടന്റ് 12.25 ഗ്രാമിനേക്കാളും കൂടുതലാണ്. ഇനി അത് സിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ 12.25 ഗ്രാമിനേക്കാളും കുറവാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഇനി ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ബ്ലഡ് ഡോണേഴ്സിന്റെ ഒക്കെ മാസ് സ്ക്രീനിങ്ങിലാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ബ്ലഡ് സിങ്ക് ചെയ്യുകയാണെങ്കിൽ 12.25 ഗ്രാമിനേക്കാളും കൂടുതലാണ്, സിങ്ക് ചെയ്തില്ലെങ്കിൽ 12.25 ഗ്രാമിനേക്കാളും കുറവാണ്. അപ്പോൾ 4 മെത്തേഡ്. ഒന്ന് കളറിമെട്രിക്, ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കളറിമെട്രിക് മെത്തേഡാണ്. അതിൽ വിഷ്വലും ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് ഉണ്ട്. പിന്നെ ഗ്യാസോമെട്രിക്, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്. പിന്നെ കെമിക്കൽ മെത്തേഡ്, അയൺ കണ്ടന്റ് മെഷർ ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ട് 1.053 കറസ്പോണ്ടിങ് ആണ്. 12.25 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിനിൽ 1.053 സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പൊ അതിൽ കൂടുതലാണോ അതിൽ കുറവാണോ? അപ്പോൾ ഈ 4 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും വരുന്നത്, ഈ 4 എണ്ണം വെച്ചിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ടാൽക്വിസ് ഹീമോഗ്ലോബിൻ ചാർട്ട്. അപ്പൊ ടാൽക്വിസ് ഹീമോഗ്ലോബിൻ ചാർട്ട് എന്ന് പറഞ്ഞാല് ഇതാണ് ടാൽക്വിസ് ഹീമോഗ്ലോബിൻ ചാർട്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുക വെച്ചാല് നമ്മളൊരു ഒരു ഡ്രോപ്പ് ബ്ലഡ് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ പീസിലോ അങ്ങനെ എന്തെങ്കിലും ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ചാർട്ടിൽ കുറെ കളേഴ്സ് കണ്ടില്ലേ? അപ്പൊ ഏത് കളർ ആയിട്ടാണോ കറസ്പോണ്ട് ചെയ്യണത് അത്രയും ഗ്രാം നമ്മളെ ബ്ലഡിൽ എന്തുണ്ടാവും? ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പോൾ 4 ഗ്രാം മുതൽ 16 ഗ്രാം വരെ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് മെഷർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യണത്, ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൺ എന്തെങ്കിലും ഒരു ഇതിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏത് കളറിനായിട്ടാണ് കറസ്പോണ്ട് ചെയ്യുന്നത് അത്രയും ഗ്രാം ഈ ചാർട്ടിൽ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് വൺ ആണെങ്കിൽ കിട്ടിയത് ഇതിന്റെ ബ്ലഡിൽ 4.7 ഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ട്. ഇപ്പോ ലാസ്റ്റ് വൺ ആ പേപ്പർ ആയിട്ടാണ് മാച്ച് ചെയ്യണമെങ്കിൽ ഇതിന്റെ ബ്ലഡിൽ എത്ര ഉണ്ട്? 15.6 ഗ്രാം HB ഉണ്ട്. അങ്ങനെ നോക്കാം. അപ്പൊ ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ചീപ്പർ ആണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. മീൻസ് ആ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്തൂടെ, ചീപ്പർ മെത്തേഡാണ്. പക്ഷെ എറർ എത്ര ഉണ്ടാവും? 20 to 50% വരെ എറർ ഉണ്ട്. അപ്പൊ നമ്മളുടെ അത്രയും പെർസെന്റേജ് എറർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഇപ്പൊ ഉപയോഗിക്കാറില്ല, ഇത് ടാൽക്വിസ് ഹീമോഗ്ലോബിൻ ചാർട്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സാലീസ് ആസിഡ് ഹെമാറ്റിൻ. ഇത് നമ്മൾ ചെയ്തതല്ലേ സാലീസ് ആസിഡ് ഹെമാറ്റിൻ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തിരുന്നത്? നമ്മൾ N/10 നോർമൽ HCl ഈ ആദ്യം നമ്മൾ ആ ഗ്രാജുവേറ്റഡ് ഹീമോഗ്ലോബിൻ ട്യൂബിന്റെ 10 വരെ ഉള്ളതിലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ സാലീസ് പീപ്പറ്റിലേക്ക് 20 മൈക്രോ ലിറ്റർ ബ്ലഡ് എടുത്തു. അതിലേക്ക് ഈ സൊല്യൂഷനിലേക്ക് മീൻസ് നമ്മൾ ഏത് ട്യൂബിലാണോ നമ്മൾ എടുത്തത് അതിലേക്ക് ഒഴിച്ചു. നമ്മൾ സ്റ്റിർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, ആസിഡ് ഹെമാറ്റിൻ ഫോം ചെയ്യും. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കും. എന്നിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ആയിട്ട് മാച്ച് ചെയ്യും. അപ്പൊ അതല്ലേ സാലീസിൽ ചെയ്തിരുന്നത്. അപ്പോ ഈ സാലീസിനും എന്തുണ്ട്, കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്താ, നമ്മൾ വെക്കുന്നത് എത്ര നേരം? 10 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ബ്ലഡ് N/10 HCl ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. അപ്പൊ ആ 10 മിനിറ്റിനുള്ളിൽ 95% റിയാക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ എത്ര വേണം? 1 hour എടുക്കും. അപ്പൊ എന്താ കുറെ ടൈം എടുക്കണില്ലേ? അപ്പൊ 95% കളർ മാത്രമേ ഇതിൽ ഫോം ചെയ്യുന്നുള്ളൂ, 10 മിനിറ്റിൽ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ റിമൈനിങ് കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ 1 hour എടുക്കും. ഇനി പെർഫെക്റ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്റ്റാൻഡ് ഇല്ലേ, ആ ബ്രൗൺ കളറിലുള്ള നമ്മൾ നോക്കുന്ന ഇതായിട്ട് എപ്പോഴും പെർഫെക്റ്റ് മാച്ചിങ്ങിലാവൂല. ഇനി ഹീമോഗ്ലോബിൻ എന്തുണ്ട്, കുറെ വെറൈറ്റീസ് ഉണ്ട്. HbA ഉണ്ട്, HbF ഉണ്ട്, HbS ഉണ്ട്, മെത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോ അങ്ങനത്തെ കുറെ ഡെറിവേറ്റീവ്സ് അല്ല വെറൈറ്റീസ് ഇല്ല ഹീമോഗ്ലോബിനിൽ. അതിൽ തന്നെ കാർബോക്സി ഹീമോഗ്ലോബിൻ, മെത്ത് ഹീമോഗ്ലോബിൻ, സൾഫ് ഹീമോഗ്ലോബിൻ, HbF ഇതൊന്നും ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ എന്താ, നോർമലി നമ്മുടെ ബോഡിയിലുള്ള HbA മാത്രം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ? ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി റിമൈനിങ് ഒന്നും ആസിഡ് ഹെമാറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇനി ഈ ഉണ്ടായ ആസിഡ് ഹെമാറ്റിൻ എന്താ, അത് സ്റ്റേബിൾ അല്ല. മീൻസ് കുറച്ച് സമയത്തിന് ഉണ്ടാവുള്ളൂ, നമ്മൾ ടൈം എക്സീഡ് ചെയ്താലും അത് പോകും. ഇനി ഏത് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മീൻസ് ഡയറക്റ്റ് സൺലൈറ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ആണോ? അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, കളറിൽ വേരിയേഷൻ വരാം. ഇനി പേഴ്സണൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 10% പേഴ്സണൽ ഉണ്ടാവും. പിന്നെ കുറേ
വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, കളർ ഫെയ്ഡ് ചെയ്യും, മനസ്സിൽ അതിന്റെ കളർ ഫെയ്ഡ് ചെയ്യും. അപ്പൊ ഇതാണ് സാലീസിന്റെ ഡിസഡ്വാൻറ്റേജ്. ഒന്നെന്താ, നമ്മൾ 10 മിനിറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ 10 മിനിറ്റിന് 95% റിയാക്ഷൻ നടക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ആണെങ്കിൽ എത്ര വേണം, 1 hour വേണം. പിന്നെ പെർഫെക്റ്റ് മാച്ചിങ് ഒരിക്കലും ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും ഒരിക്കലും പെർഫെക്റ്റ് മാച്ചിങ് വരില്ല. പിന്നെ HB എന്ന് വെച്ചാൽ ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ മാത്രമേ ആസിഡ് ഹെമാറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ബാക്കിയുള്ള വെറൈറ്റീസ് ഒന്നും എന്താവില്ല, കൺവേർട്ട് ആവില്ല. പിന്നെ സ്റ്റേബിൾ അല്ല, ഉണ്ടായ ആസിഡ് ഹെമാറ്റിൻ സ്റ്റേബിൾ അല്ല. പിന്നെ ഏത് ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി നമുക്ക് 10% പേഴ്സണൽ എറേഴ്സ് വരാം. പിന്നെ വർഷങ്ങൾ ഇയേഴ്സ് കഴിയുന്തോറും ആ സ്റ്റാൻഡേർഡിന്റെ കളർ ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്തതാണ് WHO HB കളർ സ്കെയിൽ. അപ്പോൾ ഇതെന്താ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ടാൽക്കിസ് ഹീമോഗ്ലോബിൻ ചാർട്ട് പറഞ്ഞില്ലേ, അത് തന്നെ സംഭവമാണ് എന്ത്, WHO HB കളർ സ്കെയിൽ. അപ്പോൾ എന്താ അതിന് തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ സെയിം ആണ്. സെയിം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ടാൽക്കിസിന് നമ്മൾ എന്താ ചെയ്തത്, ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു കോട്ടൺ, ഒരു പീസ് ഓഫ് ക്ലോത്ത് അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് ഒരു ഡ്രോപ്പ് ബ്ലഡ് ആക്കിയിട്ട് നമ്മൾ കളറായിട്ട് മാച്ച് ചെയ്തു. അതേ സംഭവം തന്നെയാണ് WHO HB സ്കെയിലും ഉണ്ടാവുക. പിന്നെ ഇത് നമ്മൾ എന്താ വ്യത്യാസം, ഈ WHO HB സ്കെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും ഒരു ടെക്നിക്കലി കുറച്ചും കൂടി മോഡിഫൈഡ് ആണ്. ഇനി അതിന്റെ എഫിക്കസി എന്ന് പറയുന്നത് 90% ഗ്രേറ്റർ ദാൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അനീമിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എഫക്ട് 90% ഗ്രേറ്റർ ആണ്. ഇനി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഗ്രേറ്റർ ദാൻ 86% എഫിക്കസ് ആണെന്ന് പറയാം. ഇതാണ് WHO കളർ സ്കെയിൽ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 4 gram മുതൽ 14 gram അല്ലെങ്കിൽ 16 gram വരെ എന്ത് മെഷർ ചെയ്യാം, HB കണ്ടന്റ് മെഷർ ചെയ്യാം. സെയിം ടാൽക്കിസിന്റെ പോലെ തന്നെയാണ്, കുറച്ചും കൂടി ടെക്നിക്കലി മോഡിഫൈഡ് ആണ്. ടാൽക്കിസിന്റെ അത്ര എറേഴ്സും വരില്ല. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണല്ലേ, ടാൽക്കിസ്റ്റ്, സാലീസ്, WHO കളർ സ്കെയിൽ. അപ്പൊ ഇത് മൂന്നും എന്താ, കളർ ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞ 4 മെത്തേഡ്സ് ഉണ്ടെന്ന്, അതിൽ എന്താ ഉപയോഗിക്കുന്നത്, കളറിമെട്രിക് ആണ്. അതിൽ വിഷ്വൽ ആണ്. നമ്മൾ റേസ് ഒന്നും പാസ് ചെയ്തിട്ടില്ലല്ലോ, മീൻസ് നമ്മൾ ഡയറക്റ്റ് ആയിയോണ്ട് നോക്കണല്ലേ. അപ്പൊ കളറിമെട്രിക് ആണ്, എന്താണ് അതിൽ വിഷ്വൽ ആണ്. ഇനി 4ാമത്തെ മെത്തേഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഇതാണ് മെത്തേഡ് ഓഫ് ചോയ്സ്. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ചോദിച്ചാൽ സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് മെത്തേഡ് ഓഫ് ചോയ്സ് എന്ന് പറയാൻ കാരണം, എല്ലാ ഹീമോഗ്ലോബിൻ ഫോം നമുക്കിത് മീൻസ് ഇത് കൺവേർട്ട് ആവും. നമ്മള് സാലീസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്താവണില്ല, മെത്ത് ഹീമോഗ്ലോബിനും മറ്റൊന്നും HBF ഒന്നും കൺവേർട്ട് ആവില്ല ആസിഡ് ഹെമാറ്റിനിലേക്ക്. പക്ഷെ സയൻ മെത്ത് ഹീമോഗ്ലോബിനില് ഏത് ഫോം എടുത്താലും എന്തുണ്ടാവും, അത് കൺവേർട്ട് ആവും. എക്സെപ്റ്റ് സൾഫ് ഹീമോഗ്ലോബിൻ ഒഴിച്ച് ബാക്കി എല്ലാ ഫോംസും കൺവേർട്ട് ആവും. ഇനി ഈ ഉണ്ടാവുന്ന കോമ്പൗണ്ട് എന്താണ്, സ്റ്റേബിൾ ആണ്, റിലയബിൾ ആണ്. മറ്റേത് എന്താ, സാലീസ് നമ്മൾ പറഞ്ഞ ആസിഡ് ഹെമാറ്റിൻ സ്റ്റേബിൾ അല്ല, പക്ഷെ ഇതെന്താണ്, സ്റ്റേബിൾ ആണ്, റിലയബിൾ ആണ്. ഇനി നമ്മൾ സയൻ മെത്ത് ഹീമോഗ്ലോബിനിൽ എടുക്കുന്ന സൊല്യൂഷൻ എന്താ, നമ്മൾ സാലീസിൽ എന്തെടുത്തു, HCl എടുത്തു. അതേപോലെ ഈ മെത്തേഡിലും ഒരു സൊല്യൂഷൻ ഉണ്ട്, അതാണ് ഡ്രാപ്കിൻസ് റിയേജന്റ്. ഈ ഡ്രാപ്കിൻസ് റിയേജന്റ് pH എന്താ, 7 to 7.4. അപ്പൊ ഈ ഡ്രാപ്കിൻസ് റിയേജന്റിൽ എന്തൊക്കെ കമ്പോണൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെയാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ പൊട്ടാസ്യം ഫെറിസൈനേറ്റ് 200 milligram, പൊട്ടാസ്യം സയനേറ്റ് 50 milligram, പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് 140 milligram, നോൺ അയോണിക് ഡിറ്റർജന്റ്, ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പൊ ഇതാണ് ഫെറിസൈനൈഡ്, പൊട്ടാസ്യം സയനൈഡ്, പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, നോൺ അയോണിക് ഡിറ്റർജന്റ്, ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പൊ ഈ പറഞ്ഞ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ മെത്തേഡിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബ്ലഡ് എടുത്തു. ബ്ലഡിലേക്ക് നമ്മൾ എന്താ ഇട്ടു, പൊട്ടാസ്യം സയനൈഡ് ഇട്ടു. അപ്പൊ പൊട്ടാസ്യം സയനൈഡ് എടുക്കുമ്പോൾ ബ്ലഡിലുള്ള മീൻസ് RBC HB എന്താവും, സയൻ മെത്തീമോഗ്ലോബിൻ ആവും. സയനൈഡ് എടുത്തപ്പോൾ സയൻ മെത്തീമോഗ്ലോബിൻ ആയി.
ഒരു മിനിറ്റ് കേട്ടോ, ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബ്ലഡ് പ്ലസ് പൊട്ടാസ്യം സൈനൈഡ് എടുക്കുമ്പോൾ മെത്തിമോഗ്ലോബിൻ ആവുള്ളൂ. അല്ല, എന്താണ് ഇതിൽ ബ്ലഡ് പ്ലസ് പൊട്ടാസ്യം സൈനൈഡ് വെക്കുമ്പോൾ മെത്തിമോഗ്ലോബിൻ ആവുള്ളൂ കേട്ടോ, സൈൻ മെത്തിമോഗ്ലോബിൻ ആവില്ല. ഈ സൈൻ മെത്തിമോഗ്ലോബിൻ ആവണമെങ്കിൽ ഈ മെത്തിമോഗ്ലോബിനിലേക്ക് പൊട്ടാസ്യം ഫെറിസൈനൈഡും കൂടി വെക്കണം. അപ്പൊ മാത്രമേ എന്താവുള്ളൂ, സൈൻ മെത്തിമോഗ്ലോബിൻ ആവുള്ളൂ. അപ്പൊ ഫസ്റ്റ് ബ്ലഡില് ആദ്യം നമ്മൾ എന്ത് പൊട്ടാസ്യം സൈനൈഡ് അടിക്കും. അപ്പൊ എന്ത് മെത്തിമോഗ്ലോബിൻ ആവും. ഇനി അതിലേക്ക് നമ്മൾ എന്ത് പൊട്ടാസ്യം ഫെറിസൈനൈഡ് വെക്കും. അപ്പോഴാണ് സൈൻ മെത്തിമോഗ്ലോബിൻ ആണത്. അപ്പൊ ആ ഫസ്റ്റ് രണ്ട് കമ്പൗണ്ടിങ് ഫംഗ്ഷൻ ഇതാണ്, പൊട്ടാസ്യം ഫെറിസൈനൈഡും പൊട്ടാസ്യം സയനൈഡും. ഇനി പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻ എന്താ, ബഫറിംഗ് ആക്ഷൻ. ഇനി ഇങ്ങനെ ഉണ്ടായ സൈൻമെത്ത് ഹീമോഗ്ലോബിന് മാക്സിമം അബ്സോർബൻസി എന്തിനുണ്ടാവുക, 540 നാനോമീറ്ററിലുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെല്ല് നോർമൽ ആണെങ്കിൽ മാക്സിമം അബ്സോർപ്ഷൻ എത്രയിലുണ്ടാവും, 540. നമ്മുടെ ബോഡിയിലുള്ള HB നോർമൽ മീൻസ് നമുക്കൊരു 14 ഗ്രാം ഉണ്ട്, 14 ഗ്രാം നോർമൽ അല്ലേ. അപ്പോൾ അത്രയാണെങ്കിൽ 540 നാനോമീറ്ററിലാണ് മാക്സിമം അബ്സോർബൻസ് ചെയ്യുക. ഇനി അതിൽ കുറവാണോ കൂടുതലാണോ വെച്ചാൽ അബ്സോർപ്ഷൻ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, HB കുറവാണോ കൂടുതലാണോ എന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്, എങ്ങനെയാണ്, അപ്പൊ HB ഇൻ ഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് സാമ്പിൾ ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് into concentration of standard into dilution factor by 100. അപ്പോൾ HB in gram per deciliter എന്ന് പറഞ്ഞാൽ absorbance of test sample divided by absorbance of standard into concentration of standard into dilution factor by 100. അപ്പൊ ഇതാണ് എന്ത്, സൈൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തഡ്. അപ്പൊ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സൈൻമെത്ത് ആണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന റീജന്റ് ആണ് ഡ്രാപ്കിൻസ്. ഇപ്പൊ ഡ്രാപ്കിൻസിൽ എന്തൊക്കെയുണ്ട്, പൊട്ടാസ്യം ഫെറിസൈനൈഡ് ഉണ്ട്, പൊട്ടാസ്യം സയനൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ട്, നോൺ അയണിക് ഡിറ്റർജന്റ് ഉണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ബ്ലഡിലേക്ക് ആദ്യം നമ്മൾ പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിക്കും, അപ്പൊ മെത്തിമോഗ്ലോബിൻ ആകും. അതിലേക്ക് പിന്നെ പൊട്ടാസ്യം ഫെറിസൈനൈഡ് എടുക്കും, അപ്പോഴാണ് സൈൻ മെത്തിമോഗ്ലോബിൻ ആണത്. ഇനി എന്താണ്, പിന്നെ പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റിന്റെ ഫംഗ്ഷൻ എന്താ, ബഫറിംഗ് ആക്ഷൻ. ഇനി എന്താണ് മാക്സിമം അബ്സോർബൻസി ഉള്ളത്, അബ്സോർബൻസി ആണ് 540 നാനോമീറ്ററിലാണ്. അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ എന്താ, HB ഇൻ ഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് സാമ്പിൾ ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻ ഡൈല്യൂഷൻ ഫാക്ടർ ബൈ 100. അപ്പൊ ഇതാണ് എന്ത്, സൈൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്. അപ്പൊ ഇവിടെ കളറിമെട്രിക് ആണ്, മീൻസ് കളറാണ് നോക്കുന്നത്, പ്ലസ് ഫോട്ടോ ഇലക്ട്രിക് ആണ്. നമ്മൾ നേരത്തെ വിഷ്വലാണ് നോക്കിയത്, ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് ആണ്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ഇത് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ഏത് റിയേജന്റ് ആണ് ഉപയോഗിക്കുന്നത്, ബ്ലഡ് പ്ലസ് വീക്ക് അമോണിയാണ് ഉപയോഗിക്കുക. അവിടെ മറ്റൊരു എന്താ ഡ്രാപ്കിൻസ് ഒഴിച്ചതിന് പകരം ഇവിടെ വീക്ക് അമോണിയാണ് എടുക്കുക. അപ്പോൾ അതിൽ ഇത്ര എന്താണ്, ഏത് റിയേജന്റ് ആണ് നമ്മൾ എടുക്കുന്നത് അത് അതിൽ അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്സി ഹീമോഗ്ലോബിനിൽ വീക്ക് അമോണിയാണ് എടുക്കുന്നത്, അത് സ്റ്റേബിൾ അല്ല, ആ കോമ്പൗണ്ട് സ്റ്റേബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് എന്ത്, HB എസ്റ്റിമേഷൻ. ഇനി എന്തെങ്കിലും പറയണോ, റിപ്പീറ്റ് ആക്കണോ? ഹലോ ഹലോ, ഇതുവരെ ഓക്കെയാണ്. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ ഇതില്, വേണ്ടല്ലോ? വേണ്ടടാ, ഇത് ഒന്ന് പറയോ, എന്താ അബ്സോർപ്ഷൻ ഓഫ് ടെസ്റ്റ് സാമ്പിൾ ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ്. എന്താണ്, ഒന്ന് അതൊന്നുകൂടി പറയോ? നമ്മള് എന്താണ് സൈൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡില് നമ്മൾ HB അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് സാമ്പിൾ by absorbance of standard into concentration of standard into dilution factor divided by 100. നമ്മൾ ഫസ്റ്റ് ബയോകെമിസ്ട്രി ഇതിൽ എന്നോട് സാധനത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റിന്റെ കാൽക്കുലേറ്റ് ചെയ്ത അതന്നെ. ഇനി അടുത്ത ടോപ്പിക് ആണ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്തൊക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മള് എ ഗ്രൂപ്പ് ആണ്, ബി അങ്ങനെ പറയില്ല. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്ത്, HB പറഞ്ഞപ്പോ നമ്മൾ 4 മെത്തേഡ് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ, കളറിമെട്രിക്, ഗ്യാസോമെട്രിക്.
അതേപോലെ ബ്ലഡ് ഗ്രൂപ്പിങ്ങും 2 മെത്തേഡ്സ് ഉണ്ട്. അത് ഫസ്റ്റ് വണ്ണാണ് സെൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോർവേഡ് ഗ്രൂപ്പിംഗ്, രണ്ടാമതാണ് സിറം ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ഗ്രൂപ്പിംഗ്. അപ്പോൾ ഫസ്റ്റ് സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്തില്ലേ, നമ്മള് ആന്റിബോഡി എയും ആന്റിബോഡി ബിയും ഒരു ഗ്ലാസ് സ്ലൈഡിലാക്കിയിട്ട് ബ്ലഡ് എടുത്തു, അങ്ങനെ ചെയ്തത്, അതാണ് സെൽ ഗ്രൂപ്പിംഗ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ നോക്കുന്നത്, ഏത് ആന്റിജൻ ആണ് ഉള്ളത്, എ ആണോ ബി ആണോ, ഏത് ആന്റിജൻ ആണ് ബ്ലഡിലുള്ളത്, അതാണ് നമ്മൾ എന്തിൽ നോക്കണത്, സെൽ ഗ്രൂപ്പിംഗിൽ നോക്കണത്. ഇനി സിറം ഗ്രൂപ്പിംഗ് നമ്മൾ എന്താ നോക്കണത്, ഏത് ആന്റിബോഡി ആണ് ഉള്ളത്. അപ്പൊ സെൽ ഗ്രൂപ്പിംഗ് എന്തുണ്ടാവും, ഞങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച ആന്റിബോഡീസ് ഉണ്ടാവും, നമ്മളാ ബ്ലൂ യെല്ലോ കളറുള്ള ബോട്ടിൽ. അപ്പൊ അതെന്താ, ആദ്യം ഉള്ളത് ആന്റിബോഡീസ് ആണ്. അതേപോലെ സിറം ഗ്രൂപ്പിംഗിൽ എന്തുണ്ടാവും, ആദ്യം എടുത്തു വെച്ച ആന്റിജൻസ് ഉണ്ടാവും. ആദ്യം എടുത്ത റെഡ് സെൽസ് ഉണ്ടാവും, എ ഉണ്ടാവും ബി ഉണ്ടാവും, മറ്റേത് ആന്റി എ ഉണ്ടാവും ആന്റി ബി ഉണ്ടാവും. അപ്പൊ സെൽ ഗ്രൂപ്പിംഗിൽ നമ്മൾ ആന്റിജൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, സിറം ഗ്രൂപ്പിംഗിൽ നമ്മൾ ആന്റിബോഡീസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി 3 മെത്തേഡ്, സ്ലൈഡ്, ട്യൂബ്, മൈക്രോപ്ലീറ്റ്. അതെ മറ്റതിൽ പറഞ്ഞപ്പോലെ സാലീസ്, സൈൻമെത്ത് അങ്ങനെ പറഞ്ഞില്ല, അതേപോലെ സ്ലൈഡ് മെത്തേഡ് ഉണ്ട്, ട്യൂബ് മെത്തേഡ് ഉണ്ട്, മൈക്രോപ്ലീറ്റ് മെത്തേഡ് ഉണ്ട്. അതിൽ സ്ലൈഡ് മെത്തേഡ് എന്താ, നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്ത പോലെ ABCD നമ്മൾ സ്ലൈഡ് എടുത്തു, നമ്മൾ കുറച്ച് ബ്ലഡ് എടുത്ത് സലൈനിൽ മിക്സ് ചെയ്തു, നമ്മൾ ഓരോ സ്ലൈഡിലും എഴുതിയിട്ട് ആന്റി എടുത്തു, ആന്റി ബി എടുത്തു, പിന്നെ ഒരു കൺട്രോളും വെച്ചു, പിന്നെ ഒന്നിലും ജസ്റ്റ് ബ്ലഡ് വെച്ചു, പിന്നെ നമ്മൾ ബ്ലഡ് ഡ്രോപ്പ് എടുക്കുമ്പോൾ ബ്ലഡ് ഡ്രോപ്പ് ആന്റി എയിലേക്ക് കൊടുത്തു, ആന്റി ബിയിലേക്ക് കൊടുത്തു. അങ്ങനെ ഏതിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഏതിലാണ് നമുക്ക് റിയാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോ എയിലാണ് എനിക്ക് കോയാഗുലേഷൻ കണ്ടതെങ്കിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്, അങ്ങനെ ബിയിലാണ്, അങ്ങനെ നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് മെത്തേഡ് നമുക്ക് വേണ്ട, പക്ഷെ നമ്മളൊക്കെ ജസ്റ്റ് കളർ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ്. ആന്റി എ ആന്റിബോഡീസിന്റെ കളർ എന്താ, ബ്ലൂ ആണ്. ആന്റി ബി ആണെങ്കിൽ യെല്ലോ ആണ്. പിന്നെ ആന്റി എ ആന്റി ബി ആണെങ്കിൽ രണ്ടുണ്ടെങ്കിൽ കളർലെസ് ആണ്. ഇനി എല്ലാ ആന്റിബോഡീസും IgM ആണ്, മോണോക്ലോണൽ ടൈപ്പ് ആണ്. അപ്പോൾ ജസ്റ്റ് ആ കളർ അറിഞ്ഞിരിക്കുക. ആന്റി എ ആണെങ്കിൽ ബ്ലൂ ആണ്, ബി ആണെങ്കിൽ യെല്ലോ കളർ ആണ്. ആന്റി എ ആന്റി ബി രണ്ടും ഉണ്ടെങ്കിൽ കളർലെസ് ആണ്. പിന്നെ IgM ആണ് ആന്റിബോഡി ഉള്ളത്, മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. ഇനി നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് മാത്രമേ എടുക്കുള്ളൂ, ആന്റി എയും ആന്റി ബിയും മാത്രമേ എടുക്കുള്ളൂ. എപ്പോഴാണ് ആന്റി എ ബി ആന്റിബോഡീസ് നമ്മൾ എടുക്കുക, ഏത് കണ്ടീഷനിലാണ്, ഒന്ന് എന്താണ് ന്യൂ ബോൺസില് ഗ്രൂപ്പ് മീൻസ് ഏത് ഗ്രൂപ്പാണെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം, എന്തെങ്കിലും ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പൊ ആന്റി എ ആന്റി ബി ആന്റിബോഡീസ് ആ ഇത് എപ്പോ മാത്രമേ എടുക്കുള്ളൂ, ഒന്ന് ന്യൂ ബോൺസിൽ, രണ്ടാമത്തത് എന്തെങ്കിലും ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ. ഇനി നമ്മൾ ലാബിൽ ചെയ്യുന്ന സ്ലൈഡ് മെത്തേഡ് എന്ത് എടുക്കൂല, ബ്ലഡ് ബാങ്ക്സിൽ ഒന്നും എടുക്കൂല. അപ്പൊ എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക്സിൽ സ്ലൈഡ് മെത്തേഡ് ചെയ്യാത്തത്, ഒന്ന് ബ്ലഡിലുള്ള ആന്റിബോഡി അല്ലെങ്കിൽ ആന്റിജൻ, ആന്റിബോഡി ഭയങ്കര കുറവാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 2 മെത്തേഡ് ഉണ്ട്, ഒന്ന് നമുക്ക് ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാം, മറ്റേത് ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ ബ്ലഡിലുള്ള ആന്റിബോഡീസിന്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല, സ്ലൈഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുള്ള RBCയിലുള്ള എ അല്ലെങ്കിൽ ബിയോ ഏത് ആന്റിജൻ ആയും ആ ആന്റിജൻ വളരെ വീക്ക് ആണെങ്കിലും സ്ലൈഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ സ്ലൈഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ മിക്സ്ചർ ഡ്രൈ ആയിരുന്നെങ്കിൽ എന്ത് നമുക്ക് ഫോൾസ് റിസൾട്ട്, നമ്മൾ അത് അഗ്ലൂട്ടിനേഷൻ ആയിട്ട് നമുക്ക് തോന്നും, അപ്പൊ അത് ഫോൾസ് റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ 2 മെത്തേഡാണ് സ്ലൈഡ് മെത്തേഡ്, മീൻസ് സ്ലൈഡ് മെത്തേഡ് നമ്മൾ ബ്ലഡ് ബാങ്ക്സിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ കാണാം. ഫസ്റ്റ് വൺ എന്താണ്, ആന്റിബോഡീസിന്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ, സെക്കൻഡ് വൺ വീക്ക് ആണെങ്കിൽ സ്ലൈഡ് മെത്തേഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ മിക്സ്ചർ ഡ്രൈ ആയാൽ നമുക്ക് അഗ്ലൂട്ടേഷൻ നടന്നതുപോലെ തോന്നും, അപ്പൊ അത് ഫോൾസ് റിസൾട്ട് ഉണ്ടാക്കും. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ട്യൂബ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ ട്യൂബ് മെത്തേഡ് എന്താ, സ്ലൈഡ് മെത്തേഡിനേക്കാളും കുറച്ചും കൂടി റിലയബിൾ. ആദ്യത്തെ കാരണം ഒന്നുകൂടി പറയോ? ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ 2 മെത്തേഡ് നമുക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് ആന്റിജൻ ഐഡന്റിഫൈ ചെയ്യാം, രണ്ടാമത്തത് ആന്റിബോഡി ഐഡന്റിഫൈ ചെയ്യാം. അപ്പോ നമ്മളെ ബോഡിയിലുള്ള ആ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള ആന്റിജൻസ് ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ ആന്റിബോഡീസ് വളരെ കുറവാണ്, ആ ചെറിയ എമൗണ്ടിലാണെങ്കിൽ സ്ലൈഡ് മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിസൾട്ടും കിട്ടൂല.
അതാണ് ഫസ്റ്റത്തെ റീസൺ. ഓക്കെ ഓക്കെ. മനസ്സിലായി ശാലുവോ? ശാലു മനസ്സിലായി. ഇനി അടുത്തത് ട്യൂബ് മെത്തേഡ്. അപ്പോൾ ട്യൂബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റീസൺ സ്ലൈഡിനേക്കാൾ റിലയബിൾ മെത്തേഡാണ്. അപ്പോൾ ട്യൂബ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് വീക്ക് ആന്റിജൻസ് ഉണ്ടെങ്കിലും വീക്ക് ആന്റിബോഡീസ് കുറവാണെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ എന്താണ് ആന്റിജൻസ് ആണെങ്കിൽ ആന്റിബോഡീസിന്റെ അടുത്തേക്ക് കുറച്ചും കൂടി ഒരു ക്ലോസ് പ്രോക്സിമിറ്റി ഉണ്ടാവും. മീൻസ് അടുത്തേക്ക് കൊണ്ടുവരും സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ. മറ്റത് അതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ട്യൂബ് മെത്തേഡ് റിലയബിൾ ആവാൻ കാരണം സെൻട്രിഫ്യൂഗേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഇനി ഒരു എന്താണ് സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ ചെയ്തു, ട്യൂബ് മെത്തേഡ് ചെയ്തു, നമ്മൾ ഇതേപോലെ തന്നെയാണ് സംഭവം. നമ്മൾ അവിടെ സ്ലൈഡ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു ട്യൂബിൽ ചെയ്തു വ്യത്യാസമുള്ളൂ. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ ആണ്, അവിടെ സെൻട്രിഫ്യൂഗേഷൻ ഇല്ല, അവിടെ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. ഇനി പോസിറ്റീവ് ആണെങ്കിൽ എന്തുണ്ടാവും? ഇപ്പോ എന്താണ് എനിക്ക് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ് വിചാരിക്കുക. അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? എന്താണ് ഒരു ക്ലംസ് ഉണ്ടാവും. ഒരു ഫ്ലൂയിഡിൽ ഇങ്ങനെ ക്ലംബ് പോലെ ഇങ്ങനെ എന്താ അതിന് പറയാ, ഒരു ക്ലംസ് പോലെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഒരു ഗ്രാനുകളൊക്കെ പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടാവും. ഇനി അതിന് തന്നെ ഒരു 4 ഗ്രേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എത്ര ഫോം ചെയ്തു അതിനനുസരിച്ച്. ഗ്രേഡ് 1 ആണെങ്കിൽ കുറച്ച് ഫോം ചെയ്തു, അപ്പൊ അത് വീക്ക് ആന്റിജൻ ആവാം, അതുകൊണ്ടാവും കുറച്ച് ഫോം ചെയ്തത്. ഗ്രേഡ് 2 ആണെങ്കിൽ കുറച്ചും കൂടി, അങ്ങനെ 4 ഗ്രേഡ് വരെ. ഇപ്പൊ ഗ്രേഡ് 1 കുറച്ച്, ഗ്രേഡ് 2 കുറച്ചും കൂടി, അങ്ങനെ കുറച്ചും കൂടി ക്ലംസ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ 4 ഗ്രേഡ്സ് വരെ ഉണ്ട്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എന്താവും? റെഡ് സെൽസ് ആ സൊല്യൂഷനിൽ ഒരു യൂണിഫോം സസ്പെൻഷൻ പോലെ കിടക്കും. ഇതാണ് നെഗറ്റീവ് ആയാലുണ്ടാവുക. ഇത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന് പറയുന്നത് ടെസ്റ്റ് പോസിറ്റീവ്. എ ആണെങ്കിൽ എ പോസിറ്റീവ്, ബി ആണെങ്കിൽ ബി പോസിറ്റീവ്, അങ്ങനെയുള്ളത്. ഇനി എന്താണ് നമ്മൾ ട്യൂബ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് 3 എക്സ്ട്രാ സംഭവങ്ങൾ പറയും. ഒന്ന് ഓട്ടോ കൺട്രോൾ, രണ്ടാമത് പോസിറ്റീവ് കൺട്രോൾ, രണ്ടാമത്തെ നെഗറ്റീവ് കൺട്രോൾ. അപ്പോൾ ഓട്ടോ കൺട്രോൾ എന്ന് പറഞ്ഞാല് ഒരു ആൾക്ക് എന്തുണ്ട്? ഒരാളെ ബ്ലഡിൽ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യും? എയിലും ബിയിലും എന്തുണ്ടാവും? എയിലും റിയാക്ഷൻ ഉണ്ടാവും, ബി ആന്റിബോഡി എടുത്താൽ മീൻസ് ആന്റി ബി എടുത്താലും അതിലും റിയാക്ഷൻ കാണും, ആന്റി എയിലും എടുത്താലും അതിലും റിയാക്ഷൻ കാണും. ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ ചിലപ്പോ അയാൾ ബ്ലഡ് ഗ്രൂപ്പ് ഓ ആയിക്കാരം, പക്ഷെ നമുക്ക് എന്താണ് രണ്ടിലും റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എ ബി ആണെന്ന്. പക്ഷെ അതല്ല. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി വെച്ചാൽ അയാൾക്ക് ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതാക്കാൻ വേണ്ടി, റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഓട്ടോ കൺട്രോൾ. അപ്പോൾ ഓട്ടോ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റിന്റെ ബ്ലഡ് തന്നെ ആ പേഷ്യന്റിന്റെ സിറത്തിൽ മിക്സ് ചെയ്യും. ബ്ലഡ് എന്ത് ചെയ്യും? സിറത്തിൽ ഓൺ പേഷ്യന്റിന്റെ ബ്ലഡും ഓൺ പേഷ്യന്റ് സിറത്തിൽ മിക്സ് ചെയ്യും. അപ്പൊ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അയാൾ എന്തെങ്കിലും എന്തുണ്ട്? ഓട്ടോ ആന്റിബോഡീസ് ഉണ്ട്. ഇല്ലെങ്കിൽ നോർമൽ ആണ് ആള്. ഇനി അടുത്തത് പോസിറ്റീവ് കൺട്രോൾ. പോസിറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ആന്റിബോഡി എയും ആന്റിജൻ എയും മിക്സ് ആക്കും, ആന്റിബോഡി ബിയും മിക്സ് ആക്കും, സെയിം. ഇനി നെഗറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ആന്റിബോഡി എ ബി ആയിട്ട് മിക്സ് ചെയ്യും, ഓപ്പോസിറ്റ് ആന്റി ബി എ ആയിട്ട് മിക്സ് ചെയ്യും. ഇനി ഈ പോസിറ്റീവ് കൺട്രോൾ നെഗറ്റീവ് കൺട്രോൾ എന്തിനാ? ആ റിയേജന്റ് എഫിക്കസി മനസ്സിലാക്കാൻ വേണ്ടി, റിയേജന്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് കൺട്രോളും നെഗറ്റീവ് കൺട്രോളും വരുന്നത്. ഇനി ഓട്ടോ കൺട്രോൾ എന്തിനാ? ആ പേഷ്യന്റിന് ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ, ഓട്ടോ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സംഭവത്തിലും റിയാക്ഷൻ കാണിക്കും. അപ്പോൾ ഫാൾസ് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയാൾ തന്നെ ബ്ലഡും അയാൾ തന്നെ സിറം എന്താക്കും? മിക്സ് ആക്കും. അങ്ങനെ മിക്സ് ആക്കിയിട്ട് റിയാക്ഷൻ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡിയിൽ എന്തുണ്ട്? ഓട്ടോ ആന്റിബോഡീസ് ഉണ്ട്. ആ 3 ട്യൂബ് മെത്തേഡിൽ പിന്നെ വരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ. ഇനി അതിൽ ലാസ്റ്റത്തെ മെത്തേഡാണ് മൈക്രോപ്ലേറ്റ് മെത്തേഡ്. ഇപ്പൊ മൈക്രോപ്ലേറ്റ് മെത്തേഡിൽ എന്താ? പോളിസ്റ്റൈറിൻ പ്ലേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 96 മൈക്രോവെൽസ്. ഇതാണ് സംഭവം. ഇതിന് 96 മൈക്രോവെൽസ് ഉണ്ട്. അത് ഒന്നെങ്കിൽ യു ഷേപ്പിലാവാം, ആ വെൽസ് ഈ വി ഷേപ്പിലാവാം. അപ്പൊ അതിൽ നടത്താം. അതിൽ അത്ര പറയണ്ടുള്ളൂ. കാര്യമായിട്ട് എങ്ങനെയാണ് മെക്കാനിസം, എന്താണ് ചെയ്യുന്നതെന്നൊന്നുമില്ല. ഇനി
ഇനി അതെപ്പോ കുറെ സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മൈക്രോപ്ലേറ്റ് മെത്തേഡ്. ഇനി എപ്പോഴൊക്കെയാണ് എബിഒ ഗ്രൂപ്പിംഗ് നമുക്ക് ഫോൾസ് റിസൾട്ട് വരാം? ഒന്ന് ഓട്ടോ അഗ്ലൂട്ടിനേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ എന്തുണ്ടാവും, എയിലും ബിയും റിയാക്ഷൻ നടക്കും, അപ്പൊ നമുക്ക് ഫോൾസ് റിസൾട്ട് കിട്ടാം. അപ്പൊ എങ്ങനെ ഓട്ടോ അഗ്ലൂട്ടിനേഷൻ ഒഴിവാക്കാം? നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഡ് നോർമൽ സെലൈനായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ബ്ലഡ് നോർമൽ സെലൈനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഓട്ടോ ആന്റിബോഡീസ് പോകും. അപ്പോൾ അതാണ് നമ്മൾ സ്ലൈഡ് മെത്തേഡ് എടുത്താലും നമ്മൾ എന്ത് ചെയ്യണത്, നോർമൽ സെലൈനായിട്ട് ബ്ലഡ് ആദ്യം മിക്സ് ചെയ്യണത്. അപ്പോൾ പിന്നെ ഒന്നുകൊണ്ട് റൂൾ ഓഫ് ഫോർമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ ഓട്ടോ ആന്റിബോഡീസ് ഒഴിവാക്കുക എങ്ങനെയാ വെച്ചാൽ എന്ത് ചെയ്യുക, ആ ബ്ലഡിനെ നമ്മൾ നോർമൽ സലൈനായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, ഓട്ടോ ആന്റിബോഡീസ് പോകും. ഇനി രണ്ടാമത്തതാണ് റൂൾ ഓഫ് ഫോർമേഷൻ. അപ്പോൾ എപ്പോഴും റൂൾ ഓഫ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞില്ല, കോയിൻസ് സ്റ്റാക്ക് ചെയ്യുന്ന പോലെ RBCs വരിക. അത് എപ്പോഴും ഉണ്ടാവുക, ഒന്ന് അയാൾക്ക് ഫൈബ്രിനോജൻ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻസ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ IV ഡെക്സ്ട്രാൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുക, റൂൾ ഓഫ് ഫോർമേഷൻ ഉണ്ടാവുക. അപ്പൊ അതും അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ സെലൈൻ വാഷ് ചെയ്യുക, നോർമൽ സെലൈനിൽ മിക്സ് ചെയ്യാം. അപ്പൊ നോർമൽ സെലൈനിൽ മിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 2 റീസൺ ആണ്. ഒന്ന് ഓട്ടോ അഗ്ലൂട്ടിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സെലൈനിൽ മിക്സ് ചെയ്ത് എന്തുണ്ടാവും, ഓട്ടോ ആന്റിബോഡീസ് പോകും. അപ്പൊ ഫോൾസ് റിസൾട്ട് കിട്ടൂല, മീൻസ് ഓട്ടോ ആന്റിബോഡി എയിലും ബിയിലും റിയാക്ഷൻ കാണിക്കൂല. ഇനി രണ്ടാമത്തെ കേസ് റൂൾ ഓഫ് ഫോർമേഷൻ. റൂൾ ഓഫ് ഫോർമേഷൻ നമുക്ക് കൊയാഗുലേഷൻ നടന്ന പോലെ തോന്നും. അപ്പൊ എന്താണ്, റൂൾ ഓഫ് ഫോർമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ സെലൈനായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇനാക്ടിവേഷൻ ഓഫ് ആന്റിസിറ. നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി സീറം എ ആയാലും ബി ആയാലും AB ആയാലും എത്ര ഡിഗ്രി സെൽഷ്യസ് സ്റ്റോർ ചെയ്യണം, 4 to 6 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ കുറെ കാലം റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ എന്താണ് മോർ ദാൻ 6 ഡിഗ്രി സെൽഷ്യസിലോ സ്റ്റോർ ചെയ്താൽ എന്താവും, സീറം ഇനാക്ടിവേറ്റ് ആവും. അപ്പൊ കിട്ടുന്ന റിസൾട്ടിനും വ്യത്യാസം വരും. പിന്നെ എന്താണ്, നാലാമത്തെ ഫാക്ടറാണ് ഏജ്. ഏജ് എന്ന് പറഞ്ഞാൽ ഇൻഫാൻസിയില് 3 to 6 monthsലാണ് എന്തുണ്ടാവും, ആൾക്ക് ABO ആന്റിജൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനു മുമ്പ് ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവില്ല. ഇനി ഓൾഡ് ആയാല് എന്താണ്, നമ്മൾ സിറം ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നെങ്കിൽ ആന്റിബോഡീസിന്റെ എമൗണ്ട് വളരെ കുറവാകും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആന്റിജൻസ് വളരെ വീക്ക് ആവും കുറെ ഓൾഡ് ആയാൽ. അപ്പോൾ ചെറിയ മിസ്റ്റേക്സ് വരാം. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് തെറ്റ് വരുന്നത് എവിടേക്കാ? ഒന്ന് ഓട്ടോ അഗ്ലൂട്ടിനേഷൻ, റൂൾ ഓഫ് ഫോർമേഷൻ, ഇനാക്ടിവേഷൻ ഓഫ് ആന്റിസിറ, ഏജ്. അതിൽ നോർമൽ സെലൈൻ ഉപയോഗിക്കുന്ന 2 റീസൺ. ഒന്ന് ഓട്ടോ അഗ്ലൂട്ടിനേഷൻ പ്രിവെന്റ് ചെയ്യാനും, രണ്ടാമത്തത് റൂൾ ഓഫ് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാനും. ഇത് ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. പറയണ്ടല്ലോ, എന്തെങ്കിലും പറയണ്ടോ, എന്തെങ്കിലും പറയണോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. ഓൾഡ് ആവുമ്പോ ആന്റിബോഡി ആന്റിജൻ വീക്ക് ആവും, അങ്ങനെയാണ് ട്യൂബ് മെത്തേഡ് ചെയ്താൽ പോരെ? അല്ല, അത് ഭയങ്കര കുറവാ. മീൻസ് അത് ഓൾഡ് ആയാല് അത്ര ഭയങ്കര വീക്ക് ആവും. അപ്പൊ ചിലപ്പോ ഭയങ്കര റെയർ ആയിട്ടാണ് അങ്ങനെ ഉണ്ടാവുക, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാ. മീൻസ് അതില് മിസ്റ്റേക്ക് വരാനുള്ള ഒരു ഫാക്ടർ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അത് ഓ അങ്ങനെ, ഓക്കെ. കിട്ടാൻ ചാൻസ് ഉണ്ട്, നെഗറ്റീവ് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇനി RH സിസ്റ്റം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ബ്ലഡ് ഗ്രൂപ്പിംഗ് ABO വെച്ചിട്ട് പറഞ്ഞു. ഇനി നമുക്ക് RH വെച്ച് പറയണം. അപ്പൊ RH പറയുമ്പോ നമ്മള് ജസ്റ്റ് ആ ABO ആയിട്ട് എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കിയാൽ മതി. അതില് ABO ഗ്രൂപ്പിംഗിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, A ആണോ B ആണോ AB ആണോ O ആണോ? RH-ലാണെങ്കിൽ RH പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ? ഇനി ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ ABO ഗ്രൂപ്പിംഗിലും ഉണ്ട് ഫോർവേഡ്, RH-ലുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്താ പറഞ്ഞാൽ നമ്മൾ ആന്റിജനെ നോക്കണത്. അപ്പൊ RH പോസിറ്റീവ് ഒരാൾ പറഞ്ഞാല് അയാൾക്ക് എന്തുണ്ട്, RH ആന്റിജൻ ഉണ്ട്. അപ്പൊ ഫോർവേഡ് ഗ്രൂപ്പിംഗ് രണ്ടിലും നടക്കും. ഇനി റിവേഴ്സ് ഗ്രൂപ്പിംഗ് ABO ഗ്രൂപ്പിംഗിൽ ഉണ്ടാവും, പക്ഷെ RH ഉണ്ടാവില്ല. ഇനി RH നെഗറ്റീവ് ഒരാൾക്കാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ എന്തുണ്ടാവില്ല, RH ആന്റിജൻ ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷെ അയാൾക്ക് RH ആന്റിബോഡീസ് ഉണ്ടാവില്ല. RH ആന്റിബോഡീസ് എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു RH പോസിറ്റീവ് ബ്ലഡ് വന്നാൽ മാത്രമേ RH ആന്റിബോഡീസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ഗ്രൂപ്പിംഗ് എന്തിൽ ചെയ്യാൻ പറ്റില്ല, RH-ൽ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ആന്റി A, ആന്റി B, ആന്റി AB. 3 എന്താ, IG, M ആണ് ആന്റിബോഡീസ്.
ഇത് RH പോസിറ്റീവ് പറഞ്ഞാൽ അയക്ക് ഉണ്ടാവണ മീൻസ് ആന്റിബോഡി ഉണ്ടാവണത് അല്ല, RH നെഗറ്റീവ് ഒരാൾക്ക് RH ആന്റിബോഡീസ് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് IgG ടൈപ്പ് ആവാം, അല്ലെങ്കിൽ IgM ആവാം. കളർ കോഡിങ് വെച്ചാൽ നമ്മൾ ആന്റിക്ക് ബ്ലൂ, യെല്ലോ, മറ്റേ AB കളർലെസ്. RH ആന്റിബോഡീസ് എന്ന് പറയുന്നത് കളർലെസ് കാരണം. റൂം ടെമ്പറേച്ചറിലാണ് മറ്റേതിന് AB ഒക്കെ ഒപ്റ്റിമം റിയാക്ഷൻസ് നടക്കുക, ഇതിനും RH-നും ഒപ്റ്റിമം റിയാക്ഷൻസ് നടക്കുക റൂം ടെമ്പറേച്ചറിലാണ്. ഇനി ഒന്നുള്ളത് എന്താണ്, ഡോസേജ് എഫക്റ്റ് ആണ്. അപ്പൊ ഡോസേജ് എഫക്റ്റ് പറയുന്നതിന് മുമ്പ് എന്ത് പറയണം, വേറെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് പറയുന്നത് വെച്ചാൽ അതിനുള്ള ആ സിസ്റ്റം വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഏതൊക്കെയെന്ന് പറയാൻ പറഞ്ഞത്. ഒന്ന് ലെവിസ്, കെൽ, ഡഫി, കിഡ്, MNSP. അപ്പൊ ഇതൊക്കെയാണ് വേറെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം, ഏതെങ്കിലും 2-3 അറിയണം ഏതൊക്കെയാണ് ABO-യും RH-ഉം അല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണത്. ലെവിസ്, കെല്ല്, ഡഫി, കിഡ്, MNSP. എന്താണ് ഡോസേജ് എഫക്ട്? അപ്പൊ ഡോസേജ് എഫക്ട് എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ എടുക്കാൻ നമ്മൾ കിഡ് എന്നുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമാണ് എടുക്കണം. അപ്പൊ നമുക്ക് ABO-ല് നമുക്കറിയാം എന്തുണ്ട്, ആന്റിജൻസ് ഒക്കെ IA, നമ്മള് IA, IB, IO എന്ന് പറഞ്ഞ അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മള്. അപ്പോ അതേപോലെ കിഡിന് എന്തുണ്ട്, ഇതേപോലെ ഒരു ആന്റിജൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അല്ലീൽസ് ഉണ്ട്. അതിൽ ഒരു അല്ലീനാണ് JA-യും JB-യും. അപ്പോ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പിന്റെ ഇൻഹെറിറ്റൻസ് എന്താ, കോഡോമിനൻസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോ അതേപോലെ തന്നെ ഒരാൾക്കിപ്പോ അയാളെ 2 മദറിനും ഫാദറിനും JA ആണ് ഇൻഹെറിറ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോ അങ്ങനെ JA ആണ് ഇൻഹെറിറ്റ് ചെയ്തതെങ്കിൽ അപ്പൊ അയാൾക്ക് എന്തായിക്കാരം, JA പോസിറ്റീവ് ആയിക്കാരം അയാളെ ബ്ലഡ് ഗ്രൂപ്പിങ്. അപ്പൊ ഈ JA ബ്ലഡ് ഗ്രൂപ്പിന് എഗെയിൻസ്റ്റ് ഉള്ള മീൻസ് ഇങ്ങനെ പറഞ്ഞുതരാ, ഒരു മിനിറ്റ് പറഞ്ഞുതരാ, വെയിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ മാഷില്ലേ, ഇത് JA ആണ്, ഇതും JA ആണ്. അപ്പൊ ഒരു മദറിനും ഫാദറിനും ഇൻഹെറിറ്റ് ചെയ്തതാണ് JA. അപ്പൊ ഈ JA വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിറം ഗ്രൂപ്പിംഗ് ചെയ്തു. അപ്പൊ സിറം ഗ്രൂപ്പിംഗ് മറ്റേ ABO ചെയ്യണ പോലെ തന്നെ ആലോചിക്കുക. അപ്പൊ ഇയാൾക്ക് എന്തേക്കാരം, JA ആന്റിബോഡീസിന് എഗെയിൻസ്റ്റ് ഉള്ള റിയാക്ഷൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് കിട്ടുമല്ലോ. അപ്പൊ ഇയാൾക്ക് നമ്മൾ ആ ക്ലബിങ് കണ്ടു, നമ്മള് ആന്റിബോഡി A ഗ്രൂപ്പാണ് അങ്ങനെ മിക്സ് ചെയ്തില്ലേ. അപ്പൊ കിട്ടിയത്, ഇപ്പോ JA പോസിറ്റീവ് ആണ്. A പോസിറ്റീവ് ഉള്ളത് പോലെ തന്നെ JA പോസിറ്റീവ് ആണ് വിചാരിക്കുക. ഇനി JA-യും JB-യും ആണ് കിട്ടിയത് വിചാരിക്കും. അപ്പൊ നമ്മള് AB പോലെ തന്നെ ആലോചിക്കാം. അപ്പൊ AB-യിലാണെങ്കിൽ ഇതുണ്ടാവും, രണ്ടിലും റിയാക്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ A-ലും റിയാക്ഷൻസ്, അതേപോലെ തന്നെ A-ലും ഉണ്ടാവും, B-ലും നമുക്ക് ക്ലബിങ് കണ്ടൂടെ, അതേപോലെ JA-ലും JB-ലും കാണും. അപ്പൊ ഇനി ഡോസ് എഫക്റ്റ് എന്താന്ന് പറഞ്ഞാല്, ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ JA നമ്മൾ A ഗ്രൂപ്പ് നമ്മള് ഇപ്പൊ ഇതിന്റെ A ആന്റിജൻ നമ്മള് മറ്റേതുപോലെ നമ്മൾ മിക്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് ക്ലബിങ് കിട്ടും എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ കിട്ടും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് JA ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ എന്നുവെച്ചാൽ അയാൾക്ക് JA ആണ് രണ്ടും കിട്ടിയതെങ്കിൽ ആ റിയാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആവും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി എഫക്റ്റ് കൂടും. അതാണ് നമ്മൾ സിംഗിൾ ഡോസ് എഫക്റ്റ് എന്ന് പറയാറ്.
എന്ന് വെച്ചാല് ഒരാൾക്ക് എന്താണ് കിട്ടിയത് രണ്ടും ജെ ആണെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ നമ്മളെ കബ്ബിങ് കണ്ടു പറഞ്ഞത് ആ സംഭവം റിയാക്ഷൻ കുറച്ചും കൂടി ഒന്ന് എന്താവും സ്ട്രോങ്ങർ ആവും. അതാണ് സിംഗിൾ ഡോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ജെ എയും ജെ ബിയും ആണ് കിട്ടിയതെങ്കിൽ ആ റിയാക്ഷൻ ഉണ്ടാവും. പക്ഷെ എന്തേക്കാരം ഒന്ന് ഈ രണ്ടും സെയിം അല്ലീന്ന് വെച്ചാൽ ജെ കിട്ടിയതിന്റെ അത്ര സ്ട്രോങ് ആവില്ല. അതാണ് ഡബിൾ ഡോസ് എഫക്റ്റ് എന്ന് പറയാം. അപ്പൊ ശരിക്കും മറ്റത് ഡബിൾ ഡോസർ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഡോസ് ഡബിൾ ആയി എന്നല്ല, ആ എഫക്ട് ഡബിൾ ആയി എന്നാണ്. പക്ഷെ എന്താ പേര് റിവേഴ്സ് ആണെന്ന് അറിയിച്ചാൽ മതി. ഫസ്റ്റ് ജെ ആണെങ്കിൽ സിംഗിൾ ഡോസ് എഫക്റ്റ് എന്നും ജെ എ ബി എന്നാണെങ്കിൽ ഡബിൾ ഡോസ് എഫക്റ്റ് എന്നാണ് പറയാ. ഇനി അത് എന്തിനുണ്ടാവും? എ ബി ഒയിൽ ഉണ്ടാവും. കാരണം എ ബി ഒയിൽ എന്താ ഐ എ ഐ ബി അങ്ങനെ കുറെ അലീറ്റ്സ് ഇല്ലേ. പക്ഷെ ആർഎച്ചിൽ എന്താ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആർഎച്ചിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയൂല. ആർഎച്ചിൽ എന്താ ഒറ്റ സിംഗിൾ മാത്രമേ ഇല്ലുള്ളൂ. മീൻസ് ഇങ്ങനെ ഡിഫറെന്റ് ആർഎച്ചിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീനിന്റെ കുറെ അലീറ്റ്സ് ഇല്ലല്ലോ. എ ബി ഒ എടുത്താലും ഡഫ് ജെ എടുത്താലും കിഡ് എടുത്താലും ഒക്കെ എന്താ അതിന് കുറെ അലീൽസ് ഉണ്ട്. പക്ഷെ ആർഎച്ചിന് ഒരൊറ്റ അല്ലീലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡോസ് എഫക്റ്റ് കാണിക്കൂല. ഡോസ് എഫക്റ്റ് എന്താ മനസ്സിലായോ? ഹലോ, മനസ്സിലായി. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഡോസ് എഫക്റ്റ് എന്നുള്ളത്? മനസ്സിലായി. ഇനി എന്താണ് അപ്പൊ എന്തുണ്ടാവും? ആർഎച്ചിൽ അത് കാണിക്കൂല, എ ബി ഒയിൽ അത് കാണിക്കും. ഇനി അതർ ബ്ലഡ് സിസ്റ്റം പറഞ്ഞു. ഇനി ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എ ബി ഒ ഇ ആന്റിജൻ ബി ആന്റിജൻ ഒ ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടുന്ന? ആ പ്രീകേഴ്സർ എന്ന് പറയുന്നത് എച്ച് ആന്റിജൻ അല്ലേ. അപ്പൊ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗിൽ ഒന്നും ഉണ്ടാവില്ല. എച്ച് ആന്റിജൻ ആബ്സെന്റ് ആണ്, ജീൻ ആബ്സെന്റ് ആണ്. അപ്പൊ അതുപോലെ അത് ഉണ്ടാവില്ല. ഇനി എന്താണ് ഡേഞ്ചറസ് ഓ ഗ്രൂപ്പ്? ഡേഞ്ചറസ് ഓ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ persons with O group having very high titer of anti-A, anti-B. O ഗ്രൂപ്പിൽ എന്തുണ്ട്? രണ്ട് ആന്റിജനും ഇല്ല, അതുകൊണ്ട് രണ്ട് ആന്റിബോഡി ഉണ്ടാവും. ആന്റി-A ഉണ്ട്, ആന്റി-B ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ ഏത് പേഴ്സണിലാണ് ഈ ആന്റി-A ആന്റിബോഡി ഭയങ്കര ഹൈ ലെവലിൽ കാണുന്നത്, അത്രയും എമൗണ്ടിൽ കാണുന്നത്, അതിനെയാണ് നമ്മൾ ഡേഞ്ചറസ് ഓ ഗ്രൂപ്പ് എന്ന് പറയാം. ആ പേഴ്സണിന് ഡേഞ്ചറസ് ഓ ഗ്രൂപ്പ് എന്ന് പറയാം. ഇനി ഡി യു ആന്റിജൻ. ഡി യു ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ആന്റിജൻ പഠിച്ചില്ലേ, ഈ ഡി ആന്റിജന്റെ ഒരു വേരിയന്റ് ആണ് ഡി യു ആന്റിജൻ. അതൊരു വീക്കാണ്, ഒരു വീക്ക് ആയിട്ടുള്ള ഡി ആന്റിജന്റെ ഒരു വേരിയന്റ് ആണ് ഡി യു ആന്റിജൻ. ഇനി ക്രോമസോമിൽ എവിടേക്കാണ് ഈ ആന്റിജൻ ലൊക്കേറ്റ് ചെയ്തെന്ന് പറയണം. എ ബി ഒ ആണെങ്കിൽ ക്രോമസോം 9-ലാണ് ലൊക്കേറ്റ് ചെയ്തത്. അത് ജീൻസ് ലൊക്കേറ്റ് ചെയ്ത് ക്രോമസോം 9-ലാണ്. ഡിന്റെ ആർഎച്ച് ഫാക്ടറിന്റെ ജീൻസ് ലൊക്കേറ്റ് ചെയ്ത് ക്രോമസോം 1-ലാണ്. എ ബി ഒന്റെ ജീൻസ് ലൊക്കേറ്റ് ചെയ്ത് ക്രോമസോം 9-ലും ആർഎച്ചിന്റെ ജീൻ ലൊക്കേറ്റ് ചെയ്ത് ക്രോമസോം 1-ലും. ഇനി എന്താണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? ഒന്ന്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമ്മൾ അറിയണം എ ആണോ ബി ആണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇമ്മ്യൂണോളജി ജെനറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് അറിയണം. ഇനി എന്താണ് ഇപ്പൊ O ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ എന്തേക്കാരം പെപ്റ്റിക് അൾസറിന് കുറച്ചും കൂടി ഹൈ റിസ്ക് ആയിക്കാരം. എ ആണെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്താ? ഒന്ന്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് അറിയണം, ബ്ലഡ് ഗ്രൂപ്പ് അറിയണം. അപ്പൊ ഒന്ന് അവിടെയാണ് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ എന്താ? ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ, പക്ഷെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അപ്പൊ അത്. ഇനി ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസിന് നമുക്ക് വേണം, ജനറ്റിക് സ്റ്റഡീസിന് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് അറിയേണ്ടി വരും. ഇനി എന്താണ് വേരിയസ് ഡിസീസിന് സസെപ്റ്റിബിലിറ്റി എത്രയാണ്? O ആണെങ്കിൽ പെപ്റ്റിക് അൾസറിന് കുറച്ചും കൂടി സസെപ്റ്റിബിൾ ആണ്, A ആണെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറിന് കുറച്ചും കൂടി സസെപ്റ്റിബിൾ ആണ്. ഇതാണ് എന്ത് ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസും. എന്തെങ്കിലും പറയണോ ഇതില്? ഹലോ ഇത്രയുള്ള ടോപ്പിക്. ഓക്കെയാണ്, മനസ്സിലായി. എന്തെങ്കിലും RH ക്രോമസോം നമ്പർ 111.
AB ആണെങ്കിൽ 9. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എടി ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മള് എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ബ്ലഡ് ഗ്രൂപ്പ്, O ഒക്കെ പറയില്ലേ? അപ്പൊ അതിന്റെ എന്താണ് നമ്മൾ അതിന്റെ സ്ട്രക്ചറിലുള്ള ഒരു സംഭവമാണ് ഈ എച്ച് ആന്റിജൻ എന്ന് പറയുന്നത്. മീൻസ് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും O ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവുന്നത് എന്താണ് അതിന്റെ ഒരു പ്രീകേഴ്സർ ആണ് ഈ എച്ച് ആന്റിജൻ. എന്നുവെച്ചാൽ അതിന്മേ ഇങ്ങനെ സ്ട്രക്ചറൽ വേരിയേഷൻ നമ്മളെ ഫ്യൂക്കാൻ ഗ്ലൂക്കോസ് ഗ്രൂപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, എ ഗ്രൂപ്പും ബി ഗ്രൂപ്പ് ഒക്കെ. അപ്പോ ഈ എന്താ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ ഈ എച്ച് ആന്റിജൻ ഉണ്ടാവില്ല, എച്ച് ജീൻ തന്നെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എയും ബിയും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. ആൾക്കാർക്ക് എച്ച് ജീൻ തന്നെ ഉണ്ടാവില്ല, എച്ച് ആന്റിജൻ തന്നെ ഉണ്ടാവില്ല അവരുടെ ശരീരത്തില്. ബ്ലഡ് ഗ്രൂപ്പ് എന്തേക്കും പിന്നെ? ഓയേക്കാരം ബ്ലഡ് ഗ്രൂപ്പ്, ഓയേക്കാരം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് പക്ഷെ എയും ബിയും ഇല്ലല്ലോ. അപ്പൊ ആന്റിബോഡീസ് എയും ആന്റി ബിയും ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഓയാണ് കിട്ടുക. പക്ഷെ ഇവർക്ക് എന്തുണ്ടാവില്ല, എച്ച് ആന്റിജൻ ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ആന്റി എച്ച് ആന്റിബോഡീസും കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി വെച്ചത്. ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കാലോ.